ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രോക്ക് നൈറ്റി. ഇത് തന്നെ എനിക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഇറക്കം കുറവാണ്, മുട്ടിൻ്റെ അവിടെ വരെ ഉള്ളൂ താനും. പിന്നെ എനിക്ക് ടൈറ്റുമാണ്. നമ്മൾ ദിവസം വണ്ണം വെച്ച് ചെയ്തല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇത് ടൈറ്റുമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് റീയൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇതുകൊണ്ട് അടിപൊളി സ്കേർട്ട് നമുക്ക് ഒന്നുമില്ല, എളുപ്പമാണ്. നമുക്കിതായിട്ട് ഒരു സ്കേർട്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളൊക്കെ 5-ലും 6-ലും 7-ലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഒരു സ്കേർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിനായിട്ട് തന്നെ നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റി ഇങ്ങോട്ട് എടുക്കുക. ജസ്റ്റ് ഒരു വര, അത് ചോക്കുള്ളവർ ചോക്ക് കൊണ്ട് വര വരയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് മടക്കി തയ്ക്കാൻ വേണ്ടിയുള്ള ഇത്രയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, വേറെ ഒരു തയ്യലും വേണ്ട. പ്രത്യേകിച്ച് 10-12 വയസ്സൊക്കെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു പിന്നെ ഒരു ടോപ്പുകളുണ്ടെങ്കിൽ, ഒരു ടീഷർട്ടോ വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് ഇട്ട് നടക്കാൻ ഇത് വളരെയാണ്, സ്കേർട്ടും ടോപ്പും. അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റിക്ക് ഒന്ന് ഇടാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ളവരോ ചെറുതായിട്ടുള്ളവരോ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മുറിച്ചപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് മടക്കി തയ്ക്കുന്നത്. മെഷീൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കൈത്തയ്യൽ 2 മിനിറ്റ് കൊണ്ട് ഒരു നല്ല അടിപൊളി സ്കേർട്ട്. നമ്മളൊന്നും ചെയ്യില്ല, അത് ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കി ഇങ്ങനെ തയ്ച്ചാൽ മതി പാവാട്. പിന്നെ ഒന്നെങ്കിൽ ഒരു നാടൻ എണ്ണം കിട്ടുക, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഉള്ളവർ ഇലാസ്റ്റിക് വെച്ചിട്ടില്ല. അടിപൊളി നമുക്ക് ഒരു നാട ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ പേന വെച്ചിട്ട് നാട കയറ്റാൻ എളുപ്പമാണെന്ന്. അത് എളുപ്പമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കൊരു നാടയോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്കേർട്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ മോളെ ഒന്ന് ഇടിയിപ്പിച്ചോടെ കാണിക്കാം. കണ്ട അടിപൊളി ഒരു സ്കേർട്ടായി. നല്ല അടിപൊളി ഒരു സ്കേർട്ട് റെഡിയാണ്. നമ്മൾ വീട്ടിലേക്ക് ഇടാനും കുഞ്ഞുങ്ങൾക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു സിമ്പിളുമാണ്. കോമ്പിനേറ്റ് പണ്ടമാവോ വെള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മക്കളെ. അടുത്തൊരു വീഡിയോ ബൈ ബൈ.